നിങ്ങൾ ഈ സ്ട്രോബെറി കണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും ഈ വഴി പോകുമ്പോൾ എന്നും കാണുന്നതാണ് ഈ വലിയൊരു സ്ട്രോബെറി. സ്ട്രോബെറി മാത്രമല്ല, ഇവിടെ തന്നെ ഒരു ആപ്പിളിൻ്റെ ഇതും കാണാം നമുക്ക്. ഈ സ്ട്രോബെറി ഇവരിവിടെ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, ഇവിടെ അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ ഒരു സ്ട്രോബെറി തോട്ടമുണ്ട്. സ്ട്രോബെറി മാത്രമല്ല, മറ്റൊരുപാട് ബെറീസ് ഇവിടെ ഉണ്ട്. ഫാമിന്റെ പേര് എംഗൽസ് ഹോഫ് എന്നാണ്. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബെറീസും ചെറീസും എല്ലാം നമുക്ക് പ്ലക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ നടന്നാണ് ഈ സ്ട്രോബെറി പറിക്കാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ വീടിന് അടുത്തായിട്ടാണ് ഈ സ്ട്രോബെറി തോട്ടം ഉള്ളത്. ഒരു 10 മിനിറ്റത്തെ നടത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഈ ഭംഗിയൊക്കെ കണ്ട്, ഇവിടെ ഒരു ഗോതമ്പ് പാടം ഉണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സ്ട്രോബെറി പറിക്കാനായിട്ട് പോവാണ്. ഈ ഒരു സമയമായി കഴിയുമ്പോൾ നമുക്ക് നിറച്ചും ഇവിടെ വഴിയോരത്തൊക്കെ നമുക്ക് നിറയെ പൂക്കളൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിരിക്കും റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ആ പോകുന്ന ആളെ കണ്ടു, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ ആള് ഭയങ്കര സ്പീഡിലാണ് പോണേ. കാരണം സ്ട്രോബെറി എങ്ങാനും പറിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ആശങ്ക കൊണ്ട് ആള് നമ്മളിന്ന് മൈൻഡ് ആക്കാണ്ട് ഭയങ്കര സ്പീഡിൽ പോവാണ്. ആളുടെ പോക്ക് കണ്ടിട്ട് കാറുകാർ വരെ അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൻ്റെ അടുത്തെത്തി ഗൈസ്. ഈ കാണുന്നത് അവരുടെ തന്നെ ഫാമിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ്. ഇതിനകത്ത് അവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഇവർ ഹോൾസെയിൽ വിലയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ഓർഗാനിക് ആണ്. ഇവിടെ ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇതെപ്പോഴാണ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് എവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എന്നുള്ളത് ചോദിച്ച് നമുക്കിനി സ്ട്രോബെറി പ്ലക്ക് ചെയ്യാം. അകത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് പോയി ചോദിക്കാം സമയം എങ്ങനെയാണ് അകത്ത് കയറേണ്ടതെന്നൊക്കെ. നമുക്കിന്ന് സ്ട്രോബെറി പറിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. കാരണം ഇവിടെ 6 മണി വരെ നമുക്ക് സ്ട്രോബെറി പറിക്കാൻ പറ്റുള്ളൂ. 5 മണിക്ക് കയറ്റി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഇറങ്ങണം. 1 അവർ നോക്കിയിട്ടാണ് അവർ നമ്മളെ കയറ്റുന്നത്. അപ്പോൾ നമ്മൾ വന്നത് ലേറ്റായ കാരണം കൊണ്ട് നമുക്കിന്ന് സ്ട്രോബെറി പറിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ട് നമുക്ക് പോകാനേ പറ്റുള്ളൂ. എന്തായാലും നാളെ ഇവിടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് നാളെ വന്നിട്ട് സ്ട്രോബെറി പറിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എന്തായാലും സ്ട്രോബെറി പറിക്കൽ നടക്കില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പോണ വഴിക്ക് എന്തായാലും സ്ട്രോബെറി പറിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ കുറച്ച് പൂക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പൂക്കൾ പറിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ പറിക്കുകയാണ്. സ്ട്രോബെറി പറിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ കുറച്ച് പൂക്കൾ പറിച്ച് തീർത്തു. എന്നിട്ട് നമ്മൾ ഈ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ സ്ട്രോബെറി പറിക്കാൻ വന്നിട്ട് പറ്റാണ്ടായി പോയത്. ഇവിടെ വേറെ 2 ഫാമിലീസും വന്നിട്ടുണ്ടായിരുന്നു. അവരോടും പറഞ്ഞു പറ്റില്ല എന്ന്. കാരണം അവർക്ക് നമ്മൾ ലേറ്റായ കാരണം കൊണ്ട് അവർക്കും സ്ട്രോബെറി പറിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ മാത്രമല്ല അവർക്കും പറിക്കാനായിട്ട് പറ്റിയില്ല. ഇനി നമുക്ക് നാളെ എന്തായാലും സ്ട്രോബെറി പറിക്കാനായിട്ട് വരാം.
നമ്മൾ രണ്ടാമത്തെ ദിവസം സ്ട്രോബെറി പറിക്കാനായിട്ട് വരാണ്. ഇന്നലെ നമ്മൾ ഈവനിങ് ആണ് പോയത്, അതുകൊണ്ട് തന്നെ നേരെ വൈകിയതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ സ്ട്രോബെറി പറിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ഹോളിഡേ ആയ കാരണം കൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ സ്ട്രോബെറി പറിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും എല്ലാവരുടെ കയ്യിലും കുറേ വലിയ കൊട്ടകളൊക്കെ ആയിട്ട് അവർ സ്ട്രോബെറി പറിച്ചിട്ട് പോകുന്നുണ്ട്. സ്ട്രോബെറി പക്ഷെ കുറച്ച് കുറവാണ്, ബാക്കി ഒരുപാട് ബെറീസൊക്കെ കാണാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഒരു കുഞ്ഞു കൊട്ടയും അതുപോലെ തന്നെ അവർ പറിച്ച ബെറീസും ഉണ്ട്. അപ്പോൾ നമുക്കും പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഇന്നലെ കണ്ട സ്ഥലമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്ട്രോബെറി പറിക്കുന്നത്. അതിന് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് നമുക്ക് സ്ട്രോബെറി പറിക്കാനായിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്നലെ കണ്ട സ്ട്രോബെറി അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് പറിക്കാനായിട്ട് ഉള്ള സ്ട്രോബെറി തോട്ടം. അത്യാവശ്യം വലിയ തോട്ടം തന്നെയാണ്. ഈ കാറുകളിലൊക്കെ ഈ സ്ട്രോബെറി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. ഒരുപാട് പേരുണ്ടെന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ. മരത്തിൽ കാണുന്നില്ല, അത് മൊത്തം ചെറീസാണ്. ഇത് നമുക്ക് പറിക്കാനൊക്കെ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഇതും ഈ തോട്ടത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഇഷ്ടംപോലെ കാറുകളാണ്. ഇന്ന് ഹോളിഡേ ആയാലും അത്യാവശ്യം നല്ല തിരക്കാണെന്ന്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മൾ പറിക്കാനായിട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് പറിച്ച് പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുമാതിരിയാണ് കാറുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് പറിച്ചു കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വരുന്നവരെല്ലാവരും കയ്യിലൊരു കൊട്ട കരുതേണ്ടതാണ്. കാരണം അതില്ലാതെ ഇവിടെ പറിക്കാൻ പറ്റില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കൊട്ട അവർ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മളെ അകത്തേക്ക് കിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ നീണ്ട ക്യൂ തന്നെയുണ്ട് അവരുടെ കൊട്ട വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ചുമ്മാ ഒന്ന് ഫാമിലൊന്ന് കയറി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം കൊട്ട വെയിറ്റ് നോക്കാൻ കൊടുക്കാം. ചെറീസ് വേണമെങ്കിൽ പറിക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ചെറികളുടെ മരങ്ങൾ അവിടെ നിറച്ചുകൊണ്ട് എല്ലാവരുടെ കൈകളിലും ചെറി മാത്രമേ ഉള്ളൂ ഗൈസ്. സ്ട്രോബെറി ഒക്കെ തീർന്നു പോയി. ആകെ ഇനി 1-2 പച്ച സ്ട്രോബെറികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്ട്രോബെറി പറിക്കൽ യജ്ഞം വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മുടെ സ്ട്രോബെറീസ് ഉള്ളത്. പക്ഷേ നമുക്ക് ഇന്നും സ്ട്രോബെറി പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ കണ്ടിട്ട് മൊത്തം എന്താ പറയുക, അത്ര നല്ല സ്ട്രോബെറീസൊന്നും അല്ല ഉള്ളത്. ഒക്കെ മിക്കതും ചീത്തയായതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ സ്ട്രോബെറീസൊക്കെ കിടക്കുന്നത് പകുതി കേടൊക്കെ ആയിട്ടുള്ളതാണ് കിടക്കുന്നത്. പക്ഷെ നമ്മളെടുക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നും. പക്ഷെ അത് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് കാണുന്നത് കേടായതുകൊണ്ട് അവർ പൊട്ടിക്കാതെ ഇട്ടിട്ട് പോയിരിക്കുന്നതാണ്. പിന്നെ കുറേ പച്ചയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, പച്ച സ്ട്രോബെറീസാണ്. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, രണ്ടാമത്തെ ദിവസം വന്നതും വെറുതെ ആയിപ്പോയി. നമുക്ക് സ്ട്രോബെറീസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, എല്ലാവരും പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രോബെറീസ് കിട്ടിയില്ല ഗൈസ്. ഇനി എന്തായാലും ഈ പ്രാവശ്യം സ്ട്രോബെറി പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇനി അടുത്ത വർഷം ഈ സീസൺ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് വീണ്ടും സ്ട്രോബെറി പറിക്കാനായിട്ട് നോക്കാം.